സിക്സ് പാക്ക് വേണമെന്ന് നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് പേർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവുകയല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് വണ്ണമുള്ള ഒരു ശരീരം ആ ഫാറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് പാക്ക് ഒക്കെ കാണാനായിരിക്കും പകുതി പേരും വിചാരിച്ചു വെച്ചേക്കുന്നത്. ശരിയാണ്, ഫാറ്റ് എല്ലാം പോയി കഴിയുമ്പോൾ നമ്മുടെ ആപ്സ് വിസിബിൾ ആവും. പക്ഷേ ബാക്കിയുള്ള മസിലിന്റെ ഡെവലപ്മെന്റ് പോലെ നമ്മുടെ ആപ്സിന് ഉണ്ടാവുകയില്ല. ഈ സൂപ്പർ ഹീറോസിന്റെ ഒക്കെ ആപ്സ് കണ്ടിട്ടില്ലേ, നല്ല കട്ടയ്ക്ക് തള്ളി നിൽക്കണം. അതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഗ്രോത്ത് ഫേസിലായാലും നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിലാണെങ്കിലും ആപ്സ് നല്ലപോലെ ട്രെയിൻ ചെയ്യണം. ഈ പുറകെ കാണുന്ന വർക്കൗട്ട് നിങ്ങൾ ചെയ്ത 30 ദിവസം കൊണ്ട് സിക്സ് പാക്ക് വരുമെന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ എന്തിനാടാ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെ പറയാം, ഈ വർക്കൗട്ട്സ് എല്ലാം നമ്മുടെ കോർ സ്ട്രെങ്തൻ ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ വെയിറ്റഡ് മൂവ്മെന്റ്സ് ആപ്സിന് കൊടുക്കേണ്ടത്. കുറച്ച് ആൾക്കാർ ഡെയിലി ആപ്സിന് വർക്കൗട്ട് ചെയ്യും. ശരിയാണ്, ഒരു അബ്ഡോമിനൽ മസിൽ റിക്കവർ ആകാൻ 24 മണിക്കൂർ മതിയാവും. ഞാൻ പറഞ്ഞതല്ല, ശാസ്ത്രം പറഞ്ഞതാണ്. ഈ 24 മണിക്കൂറും കൊണ്ട് നമ്മുടെ മസിൽ റിക്കവർ ആവുന്നുള്ളതിൽ ഒരു 80% സത്യം ഉണ്ടെന്ന് തന്നെ നിങ്ങൾ വെച്ചു. പക്ഷെ ആ സംഭവം അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ റെസ്റ്റിലും നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡയറ്റിലായാൽ മാത്രമേ ആ മസിൽ റിക്കവർ ആകുള്ളൂ. ഈ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്സ് എന്നും ചെയ്തു. ഇനി ശരിക്കും ആപ്സിന് ഡെവലപ്മെന്റ് ഉണ്ടാകാൻ വേണ്ടി വെയിറ്റ് ട്രെയിനിങ് ആണ് ചെയ്യേണ്ടത്. അത് എന്തൊക്കെയാണെന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് എന്നത്തെ പോലെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ഓഫീസിലേക്ക് പോകാം. ഇന്ന് കുറെ വിശേഷങ്ങളുണ്ട്. ഇന്ന് എന്റെ ടീമിലെ നിരഞ്ജന ജിനേന്ദ്രന്റെയും ബ്രൈഡ് ഷുബിയുടെ പരിപാടിയൊക്കെയാണ്. പരിപാടിക്ക് ഒരു ഡ്രസ്സിന് തീമും ഇട്ട് ഞാനും ഐശ്വര്യയും കൂടെ നേരെ കേക്ക് ബുക്ക് ചെയ്യാനായിട്ട് പോയി. അവിടുന്ന് ഒരു സാമ്പിൾ കേക്കും ടേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഓർഡർ കൊടുത്ത കേക്കും മേടിച്ചോണ്ട് നേരെ ഞങ്ങളുടെ വെന്യൂലോട്ട് വന്നു. അവിടെ ഡെക്കറേഷൻ എല്ലാം ഏകദേശം സെറ്റാക്കി സ്വന്തമായിട്ട് ബ്രൈഡ് ഷുബി വേണമെന്ന് വാശി പറഞ്ഞ് കേക്കും ഏത് ഫ്ലേവർ വേണമെന്ന് തന്നെ വാട്സാപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി മെസ്സേജ് ഇട്ട് ഞങ്ങളെ കൊണ്ട് അത് ബുക്കും ചെയ്യിപ്പിച്ചു. തട്ടനിട്ട് തട്ടിത്തടഞ്ഞു പോണ ആളാണ് സുഹറ. ഞങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമ കല്യാണം കഴിച്ച ആളാണ് സുഹറ. നിരഞ്ജന ജിനേന്ദ്രന്റെ ഒരു അറേഞ്ച്ഡ് മാരേജ് സെറ്റപ്പ് ആണെങ്കിലും അത് കഴിഞ്ഞ് അവര് ചാറ്റിലും ഫോൺ കോളിലും ഒക്കെ ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് വൈബ് തന്നെയായി. ബ്രൈഡ് ഷുബി എന്ന് പറഞ്ഞ പേരിൽ കുറെ അലമ്പും കുറെ ചിരിയുമായിട്ട് അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും എടുത്ത് നല്ലൊരു ദിവസം തന്നെയായിരുന്നു. അങ്ങനെ ചെറിയ കഥകളും ഫുഡും എല്ലാം ആയിട്ട് ഇന്നത്തെ ദിവസം തീരാറായപ്പം ആ കേക്ക് മാത്രം മിച്ചമായി. അത്രയും കേക്ക് വെറുതെ ആയി പോകില്ലോ എന്നോർത്തപ്പോഴാണ് ഐശ്വര്യ ബി ബാഗും തുറന്ന് ചോറ്റും പാത്രത്തിൽ ആ കേക്ക് നിറച്ച് നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഇന്നത്തെ ദിവസം ഐശ്വര്യ ബി രക്ഷിച്ചു. ഞാൻ പറയാൻ വന്നത്, നമ്മൾ കേക്ക് ഒക്കെ കഴിക്കാം, പക്ഷെ 1/2 കിലോ കേക്ക് കഴിച്ചിട്ട് 60 സിറ്റപ്പ് എടുത്താല് നമ്മുടെ വയറ് കുറയത്തില്ല. നമ്മുടെ ശരീരത്തിലെ വണ്ണം കുറയാൻ വേണ്ടി നമ്മളൊരു കാലറി ഡെഫിസിറ്റ് പോയതിനു ശേഷം ആപ്സ് ഡെവലപ്പ് ആകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം. അതിനുള്ള വെയിറ്റ് ട്രെയിനിങ് വർക്കൗട്ട് ഒക്കെ അടുത്ത ദിവസം ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ഡേ 33 ഓഫ് മൈ ഫസ്റ്റ് മിനി കട്ട് സീരീസ്. ചെസ്റ്റും ഷോൾഡറും ഫോക്കസ് ചെയ്തുള്ള ഒരു അപ്പർ ബോഡി വർക്കൗട്ട് ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണമെന്നുണ്ട് നിർബന്ധമില്ല. ഒന്നെങ്കിൽ നിങ്ങൾ എന്റെ പേര് ഓർമ്മിച്ചുള്ളൂ, അല്ലെങ്കിൽ വീഡിയോ സേവ് ചെയ്തോളൂ. നിങ്ങൾക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഈ വീഡിയോ വന്ന് ചെക്കൗട്ട് ചെയ്യാം. സെറ്റ് ക്യാപ്ഷൻസിലുണ്ട്. വീൽസ് കാണുന്ന നെക്സ്റ്റ്.